ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിളക്ക ഗുഡ് ഈവനിങ്. വളരെ സന്തോഷം. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹം അതല്ലെങ്കിൽ ഒരു സ്വപ്നം ആയിരിക്കും ഒരു സംരംഭം തുടങ്ങുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇനീഷ്യേറ്റീവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നാം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊരു സർവീസ് സെക്ടർ ആകാം, അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഒരു ഗുഡ്സ് സെക്ടർ ആകാം. ഏത് സെക്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ അതിന് നെയിം കൊടുക്കുക എന്നുള്ളത്, ഒരു പേര് കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷനാണ്, എങ്ങനെയാണ് നമ്മൾ ഒരു പേര് കണ്ടെത്തേണ്ടത്, അതല്ലെങ്കിൽ അങ്ങനെ പേര് കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ആർട്ട് ആൻഡ് സ്ട്രാറ്റജി ഓഫ് നെയിമിങ് യുവർ പ്രൊഡക്റ്റ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ ആണ് ഇവിടെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇന്ററാക്റ്റീവ് മോഡിലായിരിക്കും കൂടുതലായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പൊ എല്ലാവരും സജീവമായി ഇവിടെ ഉണ്ടാവുക. അപ്പോ ഇതിൽ ആരൊക്കെയാണ് ഇങ്ങനെ ഒരു ബിസിനസ്, അതല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ്, അതല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, അതല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടർ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ കുറച്ചൊക്കെ തുടങ്ങിയ ആളുകൾ ആരൊക്കെയാണ്? അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? ഒന്ന് ഷെയർ ചെയ്യാം ഒരാളെങ്കിലും. നമുക്ക് ഇപ്പൊ നമ്മളൊരു പേഴ്സണൽ ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാകുക, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റോ ഒരു ബ്രാൻഡോ ബിൽഡപ്പ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. അങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ ഒരു പ്രൊഡക്റ്റിനെയോ ഒരു സർവീസ് സെക്ടറിനെയോ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് രൂപപ്പെടുത്തുന്ന ആളുകളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സ്വപ്നം, നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ്, ഒരു ബിസിനസ്, അങ്ങനെ ആർക്കും ഒരു സ്വപ്നം ഇല്ലേ? ഒരാൾ ആരെങ്കിലും? ഞാൻ ധന്യ. പറയൂ. ഞാൻ ഒരു കമ്പനി ഓൺ ചെയ്യുന്നുണ്ട്, നിനോമൈൻസ് എന്നാണ് പേര്. അത് റെമഡിയൽ ട്രെയിനിങ്ങും കൗൺസിലിങ്ങും ഒക്കെ ആയിട്ടാണ്. HMT ജംഗ്ഷൻ കളമശ്ശേരിയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ഗ്രേറ്റ്, എക്സാക്ട്ലി. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ ഇതേപോലെ അല്ലെ, നമ്മൾ ചിലപ്പോൾ സൈക്കോളജി കഴിഞ്ഞവരോ പി ജി കഴിഞ്ഞവരോ അതല്ലെങ്കിൽ ഡിപ്ലോമ ചെയ്തവരോ അങ്ങനെ ഒത്തിരി ആളുകൾ ഇത്തരത്തിൽ നമുക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും, നമുക്ക് കുറെ ആളുകളെ ഹെൽപ്പ് ചെയ്യണം, സൈക്കോളജി റിലേറ്റഡ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് കൗൺസിലിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്യണം. യെസ്, എക്സാക്ട്ലി. ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകും. അപ്പൊ ആഗ്രഹത്തിന്റെ പുറത്ത് തീർച്ചയായിട്ടും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലേക്ക് തിരിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതൊരു മേഖലകളിലേക്ക് നമ്മൾ തിരിയുമ്പോഴും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് അതല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവണം. അപ്പൊ ഒരു ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഒരു ഏരിയയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, ഇപ്പൊ ഒരു കൗൺസിലിംഗ് ആകാം, അതല്ലെങ്കിൽ റെമഡിയൽ ട്രെയിനിങ് ആകാം, അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച എന്തും ആകാം. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ്, അതല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ മാത്രം ഏരിയയിലാണോ, നമ്മളുടെ ജില്ലയിലാണോ, അതല്ലെങ്കിൽ കേരളത്തിലാണോ, അതല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് ഇന്റർനാഷണൽ ലെവലിലാണോ നമ്മളുടെ ഒരു ഏരിയ വരുന്നത്. അപ്പൊ അവിടെ കുറെ ആളുകൾക്കുള്ള ഒരു പെയിൻ പോയിന്റിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഏതൊരു പ്രവർത്തനവും നമ്മൾ തുടങ്ങുന്നത്. അതായത് കുറെ ആളുകൾക്ക് എന്തോ ഒക്കെ ഒരു പ്രയാസമുണ്ട്. പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന എന്ന് പറയുന്നത് ഫിസിക്കലി ഉള്ള വേദനയല്ല. ഒരു ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറന്റ് ഒരാൾ തുടങ്ങുന്നു. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുകയാണല്ലോ, എൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ഒരു 50 മീറ്റർ അപ്പുറത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വർക്ക് ചെയ്യാണ്. എനിക്ക് ഓൺ ടൈമിന് എന്ത് കിട്ടണം? ഫുഡ് കിട്ടണം. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല. അപ്പൊ പോകാൻ സമയമില്ല എന്നുള്ളതാണ് എൻ്റെ പെയിൻ പോയിന്റ്, എൻ്റെ വേദന. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ആണ് അവിടെയുള്ള റെസ്റ്റോറന്റ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ്? ഹോം ഡെലിവറി, അതല്ലെങ്കിൽ ഡോർ ഡെലിവറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് കൊണ്ടുതരും. അപ്പൊ എനിക്ക് ഉള്ള ഒരു പെയിൻ പോയിന്റിനുള്ള ഒരു സൊല്യൂഷൻ ആണ് അവിടെയുള്ള റെസ്റ്റോറന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിലേക്ക് ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ അതെല്ലാം ഒരു പെയിൻ പോയിന്റ് അല്ലെ. ഇപ്പൊ കൗൺസിലിംഗ് ആവുമ്പോഴും അവിടെയും ഒരു പെയിൻ പോയിന്റ് തന്നെയാണ്. അവർക്കുള്ള ഒരു വേദനയെ പരിഹരിക്കാൻ, അവരുടെ ഒരു പ്രയാസത്തെ പരിഹരിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് ആ പെയിൻ പോയിന്റിന് നമ്മളുടെ അടുത്ത് നല്ലൊരു സൊല്യൂഷൻ, അതായത് നമ്മൾ നല്ലൊരു കൗൺസിലർ ആവുക, അതല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല കൗൺസിലിംഗ് സെന്റർ നടത്തുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ എത്ര വലിയ ഡോക്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഒരു അപ്രോച്ചും അവരുടെ സമീപനവും അവരുടെ സർവീസും അനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നീട് അവരുടെ അടുത്തേക്ക് പോവുക. എന്നതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കയ്യിലുള്ള മരുന്ന് എന്ന് പറഞ്ഞ സൊല്യൂഷൻ, ആ സൊല്യൂഷൻ അവർക്ക് ഓക്കെയാണ്, അവർക്ക് അതിൽ അക്സെപ്റ്റബിൾ ആണ് എങ്കിൽ അവർ നമ്മളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പൊ ഈ പെയിൻ പോയിന്റിനുള്ള സൊല്യൂഷൻ നമ്മളുടെ അടുത്ത് ഉണ്ടാവുക, അത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക. അതോടൊപ്പം തന്നെ ആ സൊല്യൂഷൻ കൊടുക്കുന്നതിനുള്ള ഒരു റിസൾട്ട് ആണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഇൻകത്തിലെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. കൗൺസിലിംഗ് സെന്റർ തുടങ്ങുന്നവരായി കഴിഞ്ഞാലും, റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങുന്നവരായി കഴിഞ്ഞു കഴിഞ്ഞാലും, അതല്ലെങ്കിൽ കേക്ക് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരായി കഴിഞ്ഞാലും, ഏത് തരം ആളുകളായി കഴിഞ്ഞു കഴിഞ്ഞാലും ആദ്യം നമ്മൾ ഇൻകത്തിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ സർവീസിലേക്കാണ്. നമ്മുടെ സർവീസിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ആ സർവീസിന്റെ റിസൾട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇൻകം ആയിട്ട് നമ്മൾ വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇൻകത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ സർവീസിനെ നമ്മൾ മനോഹരമാക്കുക, ആ ഇടപെടലിനെ നമുക്ക് മനോഹരമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റ് അതല്ലെങ്കിൽ ഒരു നെയിം അത് ബ്രാൻഡ് ആകുന്നിടത്ത് അല്ലെ, ബ്രാൻഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമാണ്. ബ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് പേരുകൾ എന്തും ഇടാം, പ്രൊഡക്റ്റുകൾക്ക്, സർവീസുകൾക്ക്, ബിസിനസ്സുകൾക്ക് എന്തു പേരും നമുക്ക് ഇടാം. പക്ഷെ അതിനെ ബ്രാൻഡ് ആകുന്നിടത്ത് അല്ലെങ്കിൽ ബ്രാൻഡ് ആക്കുന്നിടത്ത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബിസിനസ്സിന് ഭയങ്കര ഗ്രോത്ത് ഉണ്ടാകും. പിന്നെ പഴയ പോലെയല്ല, ഇന്നത്തെ കാലത്ത് ബിസിനസ്സുകളും ഓൺട്രപ്രണർഷിപ്പും സർവീസ് സെക്ടറുകളും ഒക്കെ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേരുകളും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ നമ്മുടെ പേര് എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നതും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പൊ ആയതുകൊണ്ട് ഒരു പേര് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ പേരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ വിംപിൾ എന്ന് പറയുന്ന ഒരു പേര്, ആ പേര് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് 24 അവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി, നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും ആ പേര് എവിടെയൊക്കെയോ നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആ പേര് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുന്നു, നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ പേര് നമുക്ക് വേണ്ടി 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേരിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ഒരു പേര് കണ്ടുപിടിച്ച്
ഒരു സ്ഥാപനം തുടങ്ങുക എന്നതിനേക്കാൾ അപ്പുറത്ത് അത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ. അതായത് നിങ്ങൾ വിചാരിക്കുകയാണ് നമ്മളൊരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങുന്നു, എന്തോ ആയിക്കോട്ടെ, ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പുറത്തുള്ള ആ ഒരു സ്ഥാപനത്തെ നിങ്ങൾ ആലോചിക്കുക. ഒരു കൗൺസിലിംഗ് സെന്റർ എന്ന് ഞാൻ ആപേക്ഷികമായി പറയുന്നതാണ്. അപ്പോൾ കൗൺസിലിംഗ് സെന്റർ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിന്നാൽ മതി. അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് അതല്ലെങ്കിൽ പിന്നെ ഒരുപാട് ആളുകളിലേക്കൊന്നും അത് എത്തിക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂലങ്കശമായി ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഇടാം. എന്താണ് മൈൻഡ് എന്താണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനോട് കൂടെ എന്തെങ്കിലും ഒരു പേരിടാം. പക്ഷെ അതല്ല, നിങ്ങൾക്ക് നല്ലൊരു വിഷൻ ഉണ്ട്, നല്ലൊരു മിഷൻ ഉണ്ട്. നിങ്ങൾ ഇന്ന് തുടങ്ങുന്നു 2025 ജൂൺ 4 തുടങ്ങുന്ന നിങ്ങളുടെ ഒരു ഓൺടർപ്രണർഷിപ്പ് 2030 ആകുമ്പോൾ എവിടെ എത്തണം, 2035 ആകുമ്പോൾ എവിടെ എത്തണം എന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി ഒരു മിഷൻ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ പേര് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ആലോചിക്കണം. കുറച്ചും കൂടിയും ആലോചിച്ച് അതൊരു ബ്രാൻഡ് ആകുന്ന ഒരു പേരാണോ, അതിനേക്കാൾ സൂട്ടബിൾ ആണോ എന്ന് ആലോചിച്ചിട്ടാണ് നിങ്ങൾ പേര് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പേരുകൾ നമ്മുടെ മുമ്പിൽ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സൂം ആകട്ടെ, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ ആകട്ടെ, അതല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റുകൾ നമ്മൾ സെർച്ച് പിന്നെ പർച്ചേസ് ചെയ്യുന്ന ആമസോൺ ആകട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേരുകൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ആപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, അതല്ലെങ്കിൽ ഒരു ബ്രാൻഡ്, ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ്. ഇന്ന് നമുക്ക് ആപ്പിൾ എന്നോ ബനാനോ നമുക്ക് ഇടാൻ കഴിയില്ല. കാരണം എന്താണ്, ഒരുപാട് ബ്രാൻഡുകൾ രൂപപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നോർമലി ഉള്ള പേരുകൾ സെലക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ നൽകുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് പിന്നെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു അവയർനെസ്, നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു അവയർനെസ് നമ്മൾ രൂപമാകുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പേരുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പേരുകളിൽ നമുക്കൊരു വാല്യൂ ആൻഡ് മീനിങ്ഫുൾ, ആ രൂപത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. ഒരു പേരിൽ നിന്ന് ഒരു വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഒരു പർപ്പസോ ഒരു ബെനിഫിറ്റോ അതിൽ നിന്ന് ഒരു മീനിങ്ഫുൾനെസ് ആ നെയിമിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ, അതല്ലെങ്കിൽ അതിനൊരു യുണീക്ക്നെസ്, സ്പെല്ല് ചെയ്യാൻ ഈസി ആണോ, പ്രൊനൗൺസ് ചെയ്യാൻ ഓക്കെ ആണോ, മെമ്മറബിൾ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ആലോചിക്കുക. അതേപോലെ തന്നെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണോ നോക്കുക. ഫ്യൂച്ചർ ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഒരാള് ഒരു പ്രൊഡക്റ്റ് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം തുടങ്ങുന്നത് മസാലപ്പൊടിയാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ കൂടെ മസാലവാല എന്നിട്ടു. ഒരു ഉദാഹരണം, മസാലവാല എന്നിട്ടു അതിന്റെ പേര്. അപ്പോ ഇദ്ദേഹം ഇപ്പൊ എന്താണ് തുടങ്ങിയത്, അദ്ദേഹം തുടങ്ങിയത് മസാലപ്പൊടിയാണ്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി മസാല മാത്രം പോരാ, നമുക്ക് കുറച്ചും കൂടി ഫുഡ് ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് ആ ഒരു പേര് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അദ്ദേഹം ഫുഡ് ഓറിയന്റഡ് ആയിട്ട് സ്വീറ്റ്സ് തുടങ്ങി, അതിന്റെ ഭാഗമായിട്ട് മറ്റു പിന്നെ ഫുഡുകൾ തുടങ്ങി. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ പേര് തന്നെയായിരിക്കും, മസാലവാല എന്ന് തന്നെയായിരിക്കും. അപ്പൊ അത് ബാക്കി അതിന്റെ ഫ്യൂച്ചർ ആയിട്ട് അദ്ദേഹം എന്തെങ്കിലും അതിന്റെ എക്സ്റ്റൻഷൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റൻഷന് കൂടി യോജിക്കുന്ന പേര് സെലക്ട് ചെയ്യാൻ അദ്ദേഹം ആദ്യമേ തന്നെ അദ്ദേഹത്തിന് പിന്നെ ഒരു പ്ലാനിങ് ഉണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ, നമുക്കൊരു വിഷനോ മിഷനോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതാണ് ഫ്യൂച്ചർ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ. കാരണം പേര് വെച്ചിട്ട് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടാകാൻ പാടില്ല. അയ്യോ ഈ പേര് ഇങ്ങനെയാണല്ലോ, അപ്പൊ അത് വെച്ചിട്ട് മറ്റൊന്ന് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന പേര് ഉണ്ടാകാൻ പാടില്ല. അതാണ് ഫ്യൂച്ചർ ഓറിയന്റഡ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് പ്രൊട്ടക്റ്റഡ് എന്നുള്ളതാണ്. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീഗലി മറ്റു ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പേര് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ
അതിലേക്ക് നമുക്ക് എന്താണ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ വരും. ലീഗലി എന്തൊക്കെയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടത് എന്നുള്ളത്. ഇനി നമ്മൾ പേരുകൾ നമ്മളിപ്പോ കുറച്ച് ഉദാഹരണങ്ങൾ ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ ഒരു ഇത് കാണുന്നുണ്ടോ? ഷെയർ ചെയ്ത് കാണുന്നുണ്ടോ? ഉണ്ട് സർ. ഓക്കെ ഓക്കെ. അപ്പൊ പേരുകളിൽ നമുക്ക് ഡിഫറെന്റ് പേരുകൾ നമുക്ക് ഇവിടെ ഉദാഹരണങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലെ? ഡിസ്ക്രിപ്റ്റീവ്, അതായത് നമ്മൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഓരോ പേരുകൾ. ഇപ്പൊ എയർ ഏഷ്യ എന്ന് പറയുന്ന ഒരു പേര്, അതൊരു ആ പേരിൽ നിന്ന് തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ്, അത് ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതല്ല സജസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഹിന്റ്, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന പേരുകൾ നമുക്ക് ഉണ്ടാകാം. അബ്സ്ട്രാക്ട് പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മീനിങ്ങുകളൊന്നും ഉണ്ടാവില്ല. ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പേരുകളായിരിക്കും. രണ്ട് പേരുകളൊക്കെ കൂട്ടി വെച്ചിട്ടുള്ള പേരുകളായിരിക്കാം. അതിന് പ്രത്യേകിച്ച് മീനിങ്ങുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ പേരുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇവാക്യുവേറ്റീവ്, അതല്ലെങ്കിൽ കുറച്ചും കൂടിയും പവർഫുൾ സ്റ്റോറി, അതായത് ഒരു ബ്രാൻഡിന് പിന്നിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉള്ള പിന്നെ ബ്രാൻഡുകൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള പേരുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഫൗണ്ടേഴ്സിന്റെ പേരുകൾ വെച്ച്, ഇപ്പൊ ഫോർഡ് അല്ലെ, ഹെൻറി ഫോർഡിന്റെ പേര് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള ബ്രാൻഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, നെയിമുകൾ നമുക്ക് രൂപപ്പെടുത്താം. ജിയോഗ്രഫിക്കലി ഉള്ള പേരുകളുണ്ട്. ഇപ്പൊ മദ്രാസ് കോഫി ഹൗസ്, ഇത് റീജിയൻ സ്പെസിഫിക് ആണ്. ഫുഡ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, ഫുഡിന്റെ പേരുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം പിന്നെ ജിയോഗ്രഫിക്കലി ഉള്ള നെയിമുകളാണ്. പിന്നെ അക്രോണിംസ് ഉണ്ട്, അതായത് IBM അതല്ലെങ്കിൽ KFC തുടങ്ങിയിട്ടുള്ള ചുരുക്കത്തിൽ പിന്നെ ഉള്ള പേരുകളുണ്ട്. ഇങ്ങനെയും നമുക്ക് എന്താണ് പേരുകൾ നമുക്ക് രൂപപ്പെടുത്താവുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഏത് ഇന്റൻഷനോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോന്നും അതിലേക്ക് നമ്മൾ തിരിയുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞുള്ള സജസ്റ്റീവ് പേരുകൾ. ഇപ്പോ എന്തുകൊണ്ടാണ് അബ്സ്ട്രാക്ട് പേരുകൾ തിരഞ്ഞെടുക്കുന്നത്? അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പേരുകൾ, നേരത്തെ പറഞ്ഞ ആപ്പിൾ, അതല്ലെങ്കിൽ ഓറഞ്ച്, അതല്ലെങ്കിൽ മൈൻഡ് മെട്രിക്സ് തുടങ്ങിയിട്ടുള്ള പേരുകൾ, ഡയറക്റ്റ്ലി ഉള്ള പേരുകൾ നമുക്ക് ഇനി തുടങ്ങാൻ പ്രയാസമുണ്ട്. അതെന്തുകൊണ്ടാണ് തുടങ്ങാൻ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമപ്രകാരം ഒരാള് ഒരു ഷോപ്പിന് അദ്ദേഹത്തിന്റെ പേരിട്ട് കഴിഞ്ഞ് അദ്ദേഹം ട്രേഡ് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ, ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കറിയാം പേരുകളുടെ മുകളിൽ R എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലെ? പേരുകളുടെ മുമ്പിൽ R, അതായത് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയും. അങ്ങനെ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മറ്റൊരാൾക്ക് അതേ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരാള് പിന്നെ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് ഇട്ടൊരു സ്ഥാപനം തുടങ്ങി, ഓറഞ്ച് കൗൺസിലിംഗ് സെന്റർ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഒരാൾ തുടങ്ങിയിട്ട് അദ്ദേഹം ആ പേരിനെ ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് എടുത്ത് കോപ്പിറൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മറ്റൊരാൾക്കും അതേ പേര് വെച്ച് അങ്ങനെ ഒരു സെന്റർ തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതായത് നേരത്തെ എടുത്ത ആള് ഇദ്ദേഹത്തിനെതിരെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലീഗലി അതിനെ നേരിടേണ്ടി വരും. അപ്പൊ ഇതേപോലെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ലുലു തുടങ്ങി അല്ലെ? ലുലു എന്നുള്ള ബ്രാൻഡ് ഉണ്ട്. അപ്പൊ നമുക്ക് സുഖമാണ്, എന്താണ് ലുലു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടിയിൽ ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അതൊരു തെറ്റിദ്ധരിപ്പിക്കലായിരിക്കാം. അതല്ലെങ്കിൽ അങ്ങനെ തുടങ്ങാൻ ആളുകൾക്ക് ആർക്കും എളുപ്പമാണ്. നമ്മളൊരു പിന്നെ ബ്രാൻഡ് രൂപപ്പെടുത്തുക പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അല്ല അല്ലെ? ഒരു ബ്രാൻഡ് നമ്മൾ രൂപപ്പെടുത്തണമെങ്കിൽ ഒരുപാട് കാലത്തിന്റെ അധ്വാനാണ്. നമ്മളൊരു പേരിടുന്നു, ആ പേരിന് ശേഷം ആ ബ്രാൻഡിനെ നമ്മൾ ആളുകളെ സ്ഥിരം ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും, അതിന് മാർക്കറ്റിംഗ് ചെയ്യും.
മാർക്കറ്റിംഗ് ചെയ്ത് അതിലൂടെ ഒരുപാട് കാലത്തിന് ശേഷമാണ് 5-10 വർഷത്തിലെ അധ്വാനത്തിന് ശേഷമായിരിക്കും ആ ഒരു പേരിനെ ബ്രാൻഡ് ആക്കി മാറ്റുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പേര് മാത്രമേ ഇടുന്നുള്ളൂ, അത് ബ്രാൻഡ് ആവില്ല. ബ്രാൻഡ് ആവുന്നത് എങ്ങനെയാണ്? ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും. അപ്പൊ ആ ബ്രാൻഡ് ആയതിനു ശേഷം പിന്നെ വേറൊരാൾ വന്നിട്ട് അതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതൊരു എന്താണ്, ഒരു പ്രൊട്ടക്ഷൻ ആണ്. അപ്പോ ആ രീതിയിൽ നമ്മൾ പേര് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഉള്ള പേരുകൾ നമുക്ക് അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല, അത് നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. അപ്പൊ അതിന്റെ പേരിലാണ് അബ്സ്ട്രാക്റ്റ് പേരുകൾ, അതല്ലെങ്കിൽ സജസ്റ്റീവ് പേരുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എന്താണ്, പുതിയ പേരുകൾ, നമ്മൾ ഫാബ്രിക്കേറ്റഡ് പേരുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ 2 പേരുകൾ വെച്ചിട്ടൊക്കെ, ഇപ്പോ ലേൺ എന്നുള്ള ഒരു പേരും അതേപോലെ തന്നെ കോൺഫിഡൻസ് എന്നുള്ള പേരും കൂട്ടിച്ചേർത്ത് ലേൺഫിഡൻസ് എന്നാക്കും. അതായത് അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല ചിലപ്പോ. അതല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ പേരുകൾ പലപ്പോഴും ഇടാറുണ്ട് ഇതേപോലെയുള്ള. അങ്ങനെയുള്ള പേരുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സൈറ്റുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇന്റർനെറ്റിലെ AI-യുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സൈറ്റുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഉദാഹരണത്തിന് നെയിംലിക്സ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ അതിൽ പോയിട്ട് നമുക്ക് എന്താണ്, നമുക്ക് ഉദ്ദേശിക്കുന്ന ബ്രാൻഡുകളുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ കുറെ പേരുകൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന പേരുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ആരെങ്കിലും ഒരാൾ ഒരു പിന്നെ എന്തെങ്കിലും ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയയെ കുറിച്ചൊന്ന് പറയോ? അപ്പൊ നമുക്കിവിടെ ഒരു ചെറിയ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നെയിംലിക്സ്. നെയിംലിക്സിൽ നമ്മൾ എന്താണ്, ബിസിനസ് നെയിം ജനറേറ്റർ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഏരിയ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ അല്ലെങ്കിൽ കീവേഡ് എന്തെങ്കിലും പറയോ? എറണാകുളം. എറണാകുളം. എറണാകുളം നിങ്ങൾ സ്ഥലത്തിന്റെ പേരല്ല. നിങ്ങൾ എന്ത് ബിസിനസ് ആണ്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കൗൺസിലിംഗ് സെന്റർ. കൗൺസിലിംഗ്. ഓക്കെ. ഇപ്പൊ തൽക്കാലം ഞാൻ കൗൺസിലിംഗ് അടിക്കുകയാണേ. സർ ഞാൻ ഒന്ന് പറയട്ടെ. ട്രാൻസ്ഫോമിംഗ് ഇന്നർ സെൽഫ്, ട്രാൻസ്ഫോമിംഗ് ഫ്രം ഇൻസൈഡ്. ഓക്കെ. വെയിറ്റ് നമുക്ക് ചെയ്യാം ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ നേരത്തെ കൗൺസിലിംഗ് അടിച്ചപ്പോൾ ഇവിടെ സെലക്ട് നെയിം സ്റ്റൈല്. ഓക്കെ, സ്റ്റൈലുകൾ ചോദിക്കുന്നുണ്ട് ഇവിടെ. ഓട്ടോ ഓൾ സ്റ്റൈൽ ആണോ, ബ്രാൻഡബിൾ നെയിംസ് ലൈക്ക് ഗൂഗിൾ, റോളക്സ്, അതല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസ്, ഡോളർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് സ്പെല്ലിംഗ്, ഇപ്പൊ ലിഫ്റ്റിന് പകരം LYFT അങ്ങനെ വേണോ? റിയൽ വേർഡ്സ് ലൈക്ക് ആപ്പിൾ, ആമസോൺ, അത് കറക്റ്റ് വേർഡുകൾ വേണോ? നോൺ ഇംഗ്ലീഷ് വേണോ? ഇപ്പോൾ ടയാട്ടോ, ഓഡി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെ പേരുകൾ വേണോ? കോമ്പൗണ്ട് വേർഡ്സ് അല്ലെ, ഫെഡെക്സ്, മൈക്രോസോഫ്റ്റ് ഒക്കെ കോമ്പൗണ്ട് വേർഡ്സ് ആണ്. നേരത്തെ പറഞ്ഞ ഫാബ്രിക്കേറ്റഡ് വേർഡുകളാണ്. അങ്ങനെ വേണം. അപ്പൊ നമ്മൾ കോമ്പൗണ്ട് വേർഡ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ഉദാഹരണം ഇത് സെലക്ട് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ്, അപ്പൊ സെലക്ട് ജനറേഷൻ റാൻഡംനെസ്. അപ്പൊ ഏത് വേണം? ലെസ് റാൻഡം വേണോ, ദ മോസ്റ്റ് ഡയറക്റ്റ് നെയിം ഐഡിയാസ്, ബാലൻസ്ഡ്, മോർ ക്രിയേറ്റീവ്. അപ്പൊ മീഡിയം സെലക്ട് ചെയ്തു. ഓക്കെ. ഇപ്പൊ ഇവിടെ ബ്രാൻഡ് ഇൻഫോ എന്നുള്ളിടത്ത് ദാറ്റ് മേ ബി റിലേറ്റഡ് ടു യുവർ ഐഡിയ ഓർ ബിസിനസ് കൗൺസിലിംഗ്. ഇവിടെ നമ്മൾ ബിസിനസ് ഡിസ്ക്രിപ്ഷൻ ഓപ്ഷണൽ. ഓക്കെ. ഓക്കെ. ഇപ്പോ നമുക്ക് കുറെ പേരുകൾ ഇവർ സജസ്റ്റ് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ ഇവിടെ സൈക്കോ ഫ്യൂഷൻ അല്ലെങ്കിൽ കൗൺസിസ്. ഓക്കെ, കൗൺസിസ് എന്നൊരു പേരുണ്ട്. ഹീൽമാറ്റിക്, ഇങ്ങനെ കുറെ പേരുകൾ നമുക്ക് ഇവിടെ എന്താണ് ഇവര് സജസ്റ്റ് ചെയ്ത് തരാണ്. ഇന്ററാക്ട് ടോക്ക്, ഇതൊരു പിന്നെ സാമ്പിള് ഇവിടെ നമ്മൾ ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ കൗൺസിസ് എന്ന് പറയുന്ന ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം നമുക്ക്.
ഓക്കെ, ഇതേപോലെ നമുക്ക് പേരുകൾ നമുക്കിവിടെ നമ്മുടെ ഐഡിയാസ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അനുസരിച്ചിട്ടുള്ള പേരുകൾ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ രൂപപ്പെടുത്താൻ വേണ്ടി. ഇത് നമ്മൾ അങ്ങനെ തന്നെ ഇത് ചെയ്യാന്നുള്ളതല്ല, മറിച്ച് എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറെ ഐഡിയാസ്, കുറെ പേരുകൾ നമ്മൾ കിട്ടിയിട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി നമ്മളുടെ നമുക്കൊരു ഇൻസൈറ്റ് രൂപപ്പെടും. നമുക്ക് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് രൂപപ്പെടുത്തേണ്ടത് എന്ന ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ജനറേറ്റർ. അത് നിങ്ങൾ കുറച്ചും കൂടിയും അതിലേക്ക് ചെന്ന് അതില് പിന്നെ ബ്രാൻഡ് ഇൻഫോയും അതേപോലെ തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്ത് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് പേരുകൾ, ഭാവിനി മാം പറഞ്ഞതുപോലെ തന്നെ അവിടെ നമ്മൾ ഇപ്പോൾ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ, അതിന് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ തുടങ്ങി ഏത് ഏരിയയിലാണോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ നെയിം ലിക്സ് മാത്രമല്ല, നിങ്ങൾ അവിടെ പോയിട്ട് ബിസിനസ് നെയിം ജനറേറ്റർ എന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള സൈറ്റുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങളിപ്പോ കണ്ടെത്തുന്ന പേര്, ഓക്കെ, ആ പേരിനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നമ്മൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, അപ്പോ ഒരു നെയിം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാൻ പറ്റൂന്നില്ല. നമുക്കിപ്പോ പഞ്ചായത്തിലോ അതല്ലെങ്കിൽ ഉദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ അതിൽ കയറിയിട്ടൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഉദ്യത്തിൽ കയറിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ 2 വർഷത്തേക്കോ മറ്റോ നമുക്ക് ലൈസൻസ് കിട്ടും. അപ്പൊ ആ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഒരു ഷോപ്പോ എന്താണോ നിങ്ങൾക്ക് സെന്ററോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആ നെയിമിന് ഇഷ്യൂ വരുന്നത് എപ്പോഴാണ്, അത് ഒരു ബ്രാൻഡായിട്ട് വളർന്ന് അത് മറ്റൊരാൾ നേരത്തെ ഉപയോഗിച്ച ഒരു സാധനമായിട്ട് വരുമ്പോൾ മാത്രമേ. ഇപ്പൊ നമ്മൾ നാട്ടിലൊക്കെ ഒരു ഫ്രൂട്ട്സ് കട, ആ ഫ്രൂട്ട്സ് കടയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല, കാരണം അത് അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാധനമാണ്. അത് പിന്നീട് അങ്ങനെ അത്ര ഒരു സ്കെയിലബിൾ ആയിട്ട് പോകുന്ന ഒരു സാധനമല്ല. സ്കെയിലബിൾ ആകുമ്പോഴാണ് നമ്മളൊരു കട തുടങ്ങി, ഒരു സെന്റർ തുടങ്ങി, അതിന് നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ വ്യാപിപ്പിക്കുകയാണ്, അതിന് കേരളത്തിന്റെ പല സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, സ്കെയിലബിൾ ആകുന്ന സമയത്താണ് അവിടെ ഈ നെയിമിന് ഇഷ്യൂ വരുള്ളൂ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, അത്തരത്തിൽ നമ്മൾ ട്രേഡ് മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പൊ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പേര് സെലക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കേവലം ആ പേര് നല്ല അടിപൊളിയാണോ എന്ന് മാത്രമല്ല നമ്മൾ നോക്കുക, ആ പേര് നേരത്തെ ഉള്ളതാണോന്ന് എവിടെ ചെക്ക് ചെയ്യണം. വെറുതെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു സാധനം നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ചു നോക്കും, എന്നിട്ട് അവരോടൊക്കെ ചോദിക്കും, അപ്പൊ ഈ പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ. പിന്നെ നമ്മളിത് ചെക്ക് ചെയ്യുന്നത് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കും, അപ്പൊ എവിടെയും ഇങ്ങനെ കാണുന്നില്ല. അതല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു സൈറ്റ്, ഈ സൈറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതാ ഇവിടെ ട്രേഡ് മാർക്ക് ചെക്ക് IPIindia.gov.in. ഇതാണ് ട്രേഡ് മാർക്കിന്റെ സൈറ്റ് എന്ന് പറയുന്നത്. ഈ സൈറ്റിൽ പോയിട്ട് നമുക്ക് അവിടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് നമ്മുടെ പേര്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പേര് അവിടെ നേരത്തെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെക്ക് ചെയ്യാന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കരുത്. സൈറ്റ് നെയിം ഒന്നുകൂടി പറയോ? പറയാ സൈറ്റ് നെയിം ഒന്നും കൂടി പറയോ സാർ? IPIindia.gov.in. ഗൂഗിളിൽ ട്രേഡ് മാർക്ക് സെർച്ച് ചെയ്യുന്ന കൊടുത്താലും കിട്ടും സാർ? മതി, അങ്ങനെയായാലും മതി. ട്രേഡ് മാർക്ക് സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ ട്രേഡ് മാർക്ക് ട്രേഡ് ട്രേഡ് മാർക്ക് സെർച്ച് നമ്മുടെ ഷക്കീർ സാറ് പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ പോയിട്ട് ട്രേഡ് മാർക്ക് സെർച്ച് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പബ്ലിക് സെർച്ച് ഫോർ ട്രേഡ് മാർക്ക് എന്ന് കിട്ടും. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ വേർഡ് മാർക്ക്, ഇവിടെ 3 കാര്യം ഉണ്ട് കേട്ടോ.
പിന്നെ വേർഡ് മാർക്ക്, വിയന്ന കോഡ്, ഫോണറ്റിക്സ്. അത് ഞാൻ പറഞ്ഞ പിന്നീട്. വേർഡ് മാർക്കിൽ നമ്മൾ സ്റ്റാർട്ട് വിത്ത്, കണ്ടെയ്ൻസ്, മാച്ച് വിത്ത് ഇങ്ങനെയുണ്ട്. അപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ കണ്ടെയ്ൻസ് കൊടുത്തു. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പൊ മൈൻഡ് ടെക് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ക്ലാസ് 44. ഇവിടെ നമ്മൾ ഈ ഇതിൽ കൊടുക്കുന്ന ഒരു കോഡ് നമ്മളിവിടെ കൊടുക്കുക, 0638332. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ ഒരു മാച്ചിങ് ട്രേഡ് മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് വേർഡ് മാർക്ക്? മൈൻഡ് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. മൈൻഡ് ടെക്നോളജീസ്. അപ്പൊ മൈൻഡ് ടെക്നോളജീസ് എന്നുള്ളത് കൊണ്ട് മൈൻഡ് ടെക് എന്ന് നമുക്ക് കിട്ടൂല. കാരണം എന്താണ്, ആ ഒരു മൈൻഡ് ടെക് അതിനോട് സാമ്യത ഉള്ളതാണ് മൈൻഡ് ടെക്. ഇവിടെ വേറെ ഉണ്ട്, എന്താണ് മൈൻഡ് ടെക് തന്നെ വേറെ ഒരാൾ എടുത്തിട്ടുണ്ട്. വേർഡ് മാർക്ക് മൈൻഡ് ടെക് ഉണ്ട്. പിന്നെ മൂന്നാമതായിട്ട് വേറെ വേർഡ് മാർക്ക് DNA ഹേർട്ട് മൈൻഡ് ടെക്നോളജി എന്നുകൊണ്ട് വേറെ ഒന്നുണ്ട്. അപ്പൊ ഇതേപോലെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ സ്റ്റാർട്ട് വിത്ത്, ആ പേര് പിന്നെ സ്റ്റാർട്ട് വിത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൈൻഡ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ഈ മൈൻഡ് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത്, ആ മൈൻഡ് വെച്ച് തുടങ്ങുന്നത് വേറെ ഏതെങ്കിലും ഉണ്ടോ? കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മൈൻഡ് എന്ന് അടിക്കുകയാണെങ്കിൽ ആ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരുകളിൽ ഈ ഒരു വേർഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാച്ച് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിനോട് മാച്ച് ചെയ്യുന്ന പേരുകൾ ഏതെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ക്ലാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓരോന്നിനും ഇപ്പൊ എഡ്യൂക്കേഷൻ സെക്ടറിന് 41 ആണ് അതിന്റെ ക്ലാസ്, ഓരോ ക്ലാസ് ആണ്. അപ്പൊ പിന്നെ അതേപോലെ തന്നെ ഇപ്പോ മെന്റൽ ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ 44 ആണ് അതിൽ വരുന്നത്. ഇതേപോലെ തന്നെ മറ്റു പിന്നെ ഇപ്പൊ ഫുഡ് വരുന്നത് വേറൊരു സെക്ടറിലാണ്. അപ്പോ നമ്മൾ ഏതിലാണ് ഇപ്പൊ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 41-ലാണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുക. എന്നിട്ട് അപ്പൊ ആ 41-ൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. വേറൊരു ക്ലാസ്സിൽ ചിലപ്പോൾ അതേ പേര് വേറെ ആൾക്ക് എടുക്കാൻ പറ്റും. അതായത് 41-ൽ ഞാൻ എടുത്തു, പിന്നെ വേറൊരു ക്ലാസ്സിൽ വേറൊരാൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനിയിപ്പോ എല്ലാത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിലും എടുത്തു വെക്കേണ്ടി വരും കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ട്രേഡ് മാർക്ക് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുക. ട്രേഡ് മാർക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 3 വിധത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് വേർഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ എടുക്കുന്നു. ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതായത് ഇപ്പൊ മെക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന ഒരു പേര്. അപ്പൊ ഇതിന് 3 തരത്തിൽ നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാം. ഒന്ന് വേർഡ് മാർക്ക്, മറ്റൊന്ന് ഡിവൈസ് മാർക്ക്, പിന്നെ കോമ്പോസിറ്റ് മാർക്ക്. 3 രൂപത്തിൽ നമുക്ക് എടുക്കാം. ഇപ്പൊ വേർഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരുണ്ടല്ലോ, ഈ സ്പെല്ലിംഗ് കണ്ടില്ലേ, ഇതിനാണ് നമ്മൾ മാർക്ക് എടുക്കുക, ആ പേരിന് മാത്രം. ഡിവൈസ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണോ എഴുതിയിട്ടുള്ളത്, മെക്ഡൊണാൾഡ്സ് എഴുതിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പിന്നെ ആകൃതിയിലും അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതിനാണ് ഡിവൈസ് മാർക്ക് എന്ന് പറയുക. അപ്പോൾ അവിടെ വേർഡിനല്ല, ആ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ അതല്ലെങ്കിൽ ആ ഒരു ആകൃതി, അതിനാണ് അവിടെ ഡിവൈസ് മാർക്ക് എന്ന് പറഞ്ഞത്. കോമ്പോസിറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയാണ്, വേർഡിനും കിട്ടും ഒപ്പം തന്നെ ആ ലോഗോ അതല്ലെങ്കിൽ ആ ഷേപ്പിനും കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഈ കോമ്പോസിറ്റ് മാർക്കിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ഒരു ഷേപ്പ്, മെക്ഡൊണാൾഡ്സിന്റെ ഈ ഒരു ഷേപ്പ് മാറ്റിയിട്ട് വേറൊരു ഷേപ്പിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അത് ഇതിൽ പോസിബിൾ ആവില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ഗൂഗിളിന്റെ ഒക്കെ നമുക്കറിയാലോ, ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ചേഞ്ച് വരുള്ളൂ അല്ലെ. ഇതേപോലെ ചിലപ്പോൾ ലോഗോ ഒരു 5 years ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ചേഞ്ച് ഒക്കെ കൊടുക്കും. അപ്പൊ അവിടെ ഈ കോമ്പോസിറ്റ് മാർക്കിൽ അത് അപ്ലൈ ആവില്ല. അപ്പൊ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ വേർഡ് മാർക്ക് എടുക്കും, ചിലപ്പോൾ ഡിവൈസ് മാർക്ക് കൊടുക്കും, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ വേർഡ് മാർക്ക്, ഡിവൈസ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് മാർക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ട്രേഡ് മാർക്ക് മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ഡൊമൈൻ കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ .com
നമുക്കൊരു സൈറ്റ് ഉണ്ടാവണമല്ലോ. സൈറ്റ് ഉണ്ടാവേണ്ടത് കാരണം ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് അല്ലെ, ആളുകൾ ചോദിക്കുന്ന ആദ്യം സൈറ്റ് ഉണ്ടോ, നിങ്ങളുടെ സൈറ്റ് ഏതാണ്, ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെയാണ് പറയാം. അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സൈറ്റ് അവൈലബിൾ ആണോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗോഡാഡി എന്നൊക്കെ ഉള്ള പോലെയുള്ള സൈറ്റുകൾ വിൽക്കുന്ന അല്ലെ, നമ്മള് പിന്നെ റെഡിമെയ്ഡ് ഷോപ്പ് വിൽക്കുന്ന കട എന്നൊക്കെ പറയില്ലേ, അല്ലെ, പിന്നെ ഷർട്ട് വിൽക്കുന്ന ഷോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സൈറ്റ് വിൽക്കുന്ന പിന്നെ സൈറ്റാണ് ഗോഡാഡി എന്ന് പറയുന്നത്. ഗോഡാഡി പോലെയുള്ള കുറെ സൈറ്റുകളുണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബ്രാൻഡിന്റെ പേരിൽ .com അവൈലബിൾ ആണോ. കാരണം കുറെ സൈറ്റുകൾ ഉണ്ട് കേട്ടോ. .com കിട്ടും, .co.in ഉണ്ട്, .in ഉണ്ട്, ഇങ്ങനെ തുടങ്ങി കുറെ. പക്ഷെ മോസ്റ്റ് പ്രോബബിളി എല്ലാവരും ഒരു പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന .com ആണ്. .com കിട്ടിയില്ലെങ്കിലാണ് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ പോവുക. .co.in ഉണ്ടോ നോക്കും, .in ഉണ്ടോ നോക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പേരിന് ഈ ഒരു സൈറ്റ് അവൈലബിൾ ആണോ, ഇല്ലെങ്കിൽ അതും നമുക്കൊരു ഇഷ്യൂ ആണ്. അതല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന ആ പേരുകളോട് കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് അവിടെ ഡൊമൈൻ അവൈലബിൾ ആണ്. ചില ഡൊമൈനൊക്കെ ആളുകൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചക്ക എന്നുള്ളത് പോലും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. ആളുകൾ എടുത്തു വെച്ചിട്ട് പിന്നെ അവരിത് വിൽക്കും. ഇപ്പോ പിന്നെ ചെറിയ ചെറിയ വിലക്ക് ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, അതെല്ലാം എടുത്തു വെക്കും. എടുത്തു വെച്ചിട്ട് പിന്നീട് ഒരു നമ്മൾ ബ്രോക്കർമാരെന്നൊക്കെ പറയില്ലേ, ഇതേപോലെ എടുത്തു വെച്ചിട്ട് പിന്നീട് എന്താണ്, പിന്നീട് അവര് വലിയ വിലക്ക് പിന്നെ നമ്മളോട് ഡിമാൻഡ് ചെയ്യും. നമ്മൾ ഇത്ര തന്നാലേ അത് തരൂ എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡൊമൈനും അവൈലബിൾ ആണെന്നൊക്കെ ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ഒരു പേര് നമ്മൾ ഫൈനൽ ചെയ്യേണ്ടത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേര് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 7-8 months എങ്കിലും മിനിമം എടുത്തിട്ടേ ഇത് അപ്രൂവൽ ആയിട്ട് വരുള്ളൂ. അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോ പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ ഉള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ ഒരു മിനിമം 1 year എങ്കിലും എടുക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അതിനേക്കാൾ കൂടാനും സാധ്യതയുണ്ട്. അപ്പോ ഇപ്പൊ നമ്മളിപ്പോ വേർഡ് പിന്നെ കണ്ടുപിടിച്ചു. ഇപ്പൊ മൈൻഡ് മെട്രിക്സ് എന്നുണ്ട് സംഭവം കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് പോയി അത് ചെക്ക് ചെയ്ത് അവിടെയുള്ള ഒബ്സർവർ ചെക്ക് ചെയ്തപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒബ്ജക്ഷൻ ഇടും. ഒബ്ജക്ഷൻ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അതിന് വേണ്ടിയിട്ട് വാദിക്കണം. ഈ ഒരു പേരിന് വേണ്ടി വാദിച്ച് എന്നിട്ട് പിന്നീട് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ കിട്ടുകയാണ് ചെയ്യുക. പക്ഷെ അതിനൊരു ടൈം എടുക്കും. ആ ടൈം കഴിയുമ്പോഴേ നമുക്കത് ഒരു ഇഷ്യൂവൻസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഇൻ ഫ്യൂച്ചർ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴേ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആലോചിക്കുക എന്ത് പേര് ഇടണം, എന്ത് പേരായിരിക്കും സൂട്ടബിൾ. പക്ഷെ പേരിടുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറുതെ കൂട്ടുകാരോട് ആലോചിക്കുക എന്നുള്ളത് ഇങ്ങനെ അപ്പുറത്ത്, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പ്രൊഫഷണലി നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ തന്നെ അതിന്റെ പിന്നെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് അതല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടൊക്കെ അതിനെ ചെക്ക് ചെയ്ത് അതിന്റെ സൈറ്റ് അവൈലബിൾ ആണ്, ട്രേഡ് മാർക്ക് അവൈലബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളി അവൈലബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഈവൻ ട്രേഡ് മാർക്കിൽ ചെക്ക് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ മറ്റു എവിടെയും ചെക്ക് ചെയ്യുമ്പോൾ ഈ പേരുണ്ടാവില്ല. പക്ഷെ അത് തന്നെ നമുക്ക് അപ്രൂവൽ ആയി കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു പിന്നെ ഒരു സ്ഥാപനത്തിന്റെ പേര് നമ്മൾ ഉച്ചരിക്കുമ്പോൾ പോലും അതിന്റെ ചിലപ്പോ സ്പെല്ലിങ്ങുകൾ ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും. സ്പെല്ലിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഉച്ചരിക്കുമ്പോൾ ഒരേപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒബ്ജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഉറപ്പ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് നമ്മൾ അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അവെയർ ആയിട്ടായിരിക്കണം നമ്മളൊരു പേരിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും അതിനു വേണ്ടി സെലക്ട് ചെയ്യേണ്ടതും അതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതും. പിന്നെ ഇപ്പൊ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇപ്പൊ LLP ആയിട്ടൊക്കെ തുടങ്ങുമ്പോഴും അതേപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് കമ്പനി തുടങ്ങുമ്പോഴൊക്കെ ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് തുടങ്ങാം, കമ്പനി തന്നെ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ നിയമപ്രകാരം നേരത്തെ അങ്ങനെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുതിയ നിയമപ്രകാരം ഇപ്പോ ലിമിറ്റ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ നമ്മൾ തുടങ്ങണമെങ്കിൽ എന്ത് വേണം, ഓൾറെഡി ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും അതേ തുടങ്ങാൻ പറ്റും. സോൾ പ്രൊപ്പറേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത്തരത്തിൽ ഒരു വലിയ നിലക്കൊക്കെ നമ്മൾ കമ്പനീസ് തുടങ്ങുകയാണെങ്കിൽ അവിടെ ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരും.
അപ്പോ ഇവിടെ ഓവറോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേരുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ജാഗ്രതയോടെ നമ്മൾ പേരുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിട്ട ഒരു പേര് അത് വേറെ ആരോ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തതാണ്. മാത്രമല്ല നമ്മൾ കുറെ വളർന്ന് മുന്നോട്ട് പോയി, നമ്മൾ സ്കെയിലബിൾ ആയി. ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളായി. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും നമുക്കൊരു ഇഷ്യൂ വന്നു, നമുക്കൊരു ലീഗൽ നോട്ടീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പേര് മാറ്റാനേ നിവൃത്തിയുള്ളൂ. മാത്രമല്ല ചിലപ്പോ നേരത്തെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത ആള് അദ്ദേഹത്തിന്റെ പേര് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവര് പറയാണ് നമുക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ആയതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം ബാഗുകളൊക്കെ കണ്ടിട്ടില്ലേ, സ്കൂബിയുടെ ഒക്കെ ബാഗുകൾ, അതല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി കുറെ ബാഗുകൾ സെയിം പേര്, അതിന് ഒരു അക്ഷരം മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്താണ് ഒരു റിസ്ക്, അവരൊക്കെ റിസ്ക് എടുത്തിട്ടാണ്, അതല്ലെങ്കിൽ അറിഞ്ഞിട്ടാണോ അറിയാതെയാണെന്ന് അറിയില്ല, ഇങ്ങനെ റിസ്കുകൾ എടുത്തിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കുറച്ചും കൂടിയും കോൺഷ്യസ് ആയിട്ട് തന്നെ അത്തരം ഏരിയകളിൽ പേര് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. അതല്ലെങ്കിൽ നമ്മൾ അതിനൊരു ബ്രാൻഡൊക്കെ ആയിട്ട് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഒക്കെ മാറേണ്ടി വരും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഓവറോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ഇതുവരെ പറഞ്ഞതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ഇവിടെ ബാക്കി ക്ലിയർ ചെയ്യാം. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ പേര് ഇത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ സാർ പറഞ്ഞു 41-ലാണ് ഉള്ളത്. അപ്പം അങ്ങനെ ആകുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെക്ടറിൽ ആ പേരുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആവുമോ പിന്നീട്? ഇല്ല, ഇഷ്യൂ ആവില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇതിനെ നമുക്ക് ചാർജ് വരുന്നത് ഏകദേശം ഒരു 5,000 എങ്ങാണ്ടാണ് അത് ഗവൺമെന്റ് ഫീ വരുന്നത്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കൺസൾട്ടന്റിനെ സമീപിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറൗണ്ട് 7,000 8,000 ഒക്കെ ഫസ്റ്റ് ടൈമിൽ വരും. പിന്നെ ഒബ്ജക്ഷൻ വരികയാണെങ്കിൽ പിന്നീട് ഒബ്ജക്ഷൻ വാദിക്കാൻ വേണ്ടി നമ്മൾ വക്കീലിനൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ ഒരു 5,000. അങ്ങനെ ഡയറക്ട്ലി നമുക്ക് കിട്ടുകയാണെങ്കിൽ വിത്തിൻ ഒരു 10,000 ഉള്ളിലായിട്ട് നമുക്ക് റെഡിയാവും. പിന്നെ അവിടെ നിന്ന് ഹിയറിങ്ങോ അതല്ലെങ്കിൽ നമുക്ക് ഒരു അഡ്വക്കേറ്റിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യലൊക്കെ വരുമ്പോൾ അഡീഷണൽ ചാർജുകൾ വരും. ഓക്കെ. അപ്പൊ നോർമലി ട്രേഡ് മാർക്കിങ്ങിന് ഇത് ഇൻ കേസ് ഇനി ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലല്ലേ നമ്മള് വക്കീല് അങ്ങനെ ഇഷ്യൂസ് വരുള്ളൂ? അതെ. അതെല്ലാം അവർ തന്നെ ചെയ്യും. നമ്മളെ ഏൽപ്പിക്കുന്ന കൺസൾട്ടൻസി ഉണ്ടല്ലോ, അവരെന്നെ നമുക്ക് ചെയ്തു തരും. എപ്പോഴും നമ്മൾ വക്കീൽ മുഖാന്തരം ചെയ്യണം നല്ലത്. ട്രേഡ് മാർക്ക് ചെയ്യണ ഒത്തിരി വക്കീലന്മാരുണ്ട്. നമ്മൾക്ക് ഗൂഗിൾ അല്ലെ യൂട്യൂബിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റിയ ഇഷ്ടമാതിരി വീഡിയോസുകളുണ്ട്. നമ്മൾ ചെയ്താൽ ഫയല് എപ്പോഴും ക്ലിയർ ആവലില്ല, ഒബ്ജക്ഷൻ വരും. 2-3 തവണക്ക് ഒബ്ജക്ഷൻ വന്നാൽ പിന്നെ ആ ഫയല് റിജക്റ്റ് ആവും. പിന്നെ അതിന്റെ ഓഫീസ് വരുന്നത് നമ്മളെ കേരളത്തിന്റെ ഓഫീസ് വരുന്നത് ചെന്നൈയിലാണ്. 3 സംസ്ഥാനത്തിനൊരു ഓഫീസാണ്. അപ്പൊ നമ്മൾ അവിടെ പോകണം. നമുക്ക് മെയിൽ വഴിയാണ് വരിക ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ. ഇതിന്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെയാ വരിക? ഞാനത് കേട്ടില്ല. കോസ്റ്റ് ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അതിന്റെ ഏകദേശം ഇപ്പൊ നമ്മൾ കൺസൾട്ടൻസിനൊക്കെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ചാർജുകളാണ് അവർ പറയാ. ഇപ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5,000 6,000 എങ്ങാണ്ടാണ് അതിന്റെ ഒരു ഗവൺമെന്റ് ചാർജ് ആയിട്ട് വരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു 4,500 ആണെന്ന് തോന്നുന്നു ഗവൺമെന്റ് ചാർജ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 7,000 ചെയ്യുന്നവരുണ്ട്, 10,000 ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് കിട്ടുകയാണെങ്കിലാണ് ഈ ചാർജ് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ നേരത്തെ പറഞ്ഞ ഒബ്ജക്ഷൻ വരികയാണെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് ഹിയറിങ്ങിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും. അതിന്റെ ഒരു കുറച്ച് പ്രോസസ്സും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് എക്സ്ട്രാ എമൗണ്ട് 5,000 എന്നൊക്കെ പറഞ്ഞ അവർ മേടിക്കും. മനസ്സിലായില്ലേ? സർ, നമ്മൾ ഈ പ്രൊഫഷണലി ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാലും എഗെയിൻ ഈ പ്രോബ്ലം, യൂണീക്നെസിന്റെ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ടല്ലേ? അപ്പൊ അവരത് ജസ്റ്റ് അവർ ഡിസൈൻ ചെയ്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന്റെ യുണീക്നെസ് ഒന്നും നോക്കിയിട്ടല്ല തരുന്നത്, അങ്ങനെയാണോ?
അതായത് കൺസൾട്ടൻസിനെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റും. അവർ നമ്മളോട് ഡിസൈഡ്, ഇപ്പൊ നമ്മളൊരു വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അവർ കുറച്ചും കൂടി പ്രൊഫഷണലി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. പല ടൈപ്പിൽ അത് പിന്നെ ടൈപ്പ് ചെയ്ത് ഒക്കെ നോക്കും. എന്നിട്ട് അവരെന്താണ്, അവർക്കത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം, അതായത് അത്രയും ജെനുവിൻ ആയിട്ട് ചെയ്യുന്നവർ കേട്ടോ. ഇപ്പൊ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ സാറ് പേരുണ്ടോന്ന് വെച്ചിട്ട് പിന്നെ ചിലപ്പോൾ അവര് പെട്ടെന്ന് തന്നെ ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഫയൽ ചെയ്യുമ്പോഴാണ് അവർക്ക് പൈസ കിട്ടുക. പക്ഷെ കുറച്ചുകൂടി ജെനുവിൻ ആയിട്ട് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന നമ്മളുടെ പരിചയക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവര് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ആ പേരിനെ നോക്കും, പലതരത്തിൽ നോക്കിയിട്ട് നമുക്ക് സജഷൻസ് തരും. അവർ ചിലപ്പോൾ പറയും, ഇപ്പൊ ഞാൻ പലരും കോണ്ടാക്ട് ചെയ്തപ്പോൾ 1-2 പേര് എന്നോട് പറഞ്ഞു ഈ പേര് വേണ്ട, കാരണം ഇത് കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് പറയും. അതിൽ അവരുടെ സജഷൻസ് പറയും. പക്ഷെ ഇതൊന്നും എന്തായിക്കൊള്ളണമെന്നില്ല, ഫൈനൽ ആയിക്കൊള്ളണമെന്നില്ല. അറ്റ് ദ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ തീരുമാനമാണ്. അപ്പൊ അവര് ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആകുമ്പോൾ മാത്രമേ നമുക്ക് തരുള്ളൂ. പിന്നെ ഈ ഒബ്ജക്ഷന് പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ, ഇപ്പോൾ നമ്മൾ ഹിയറിങ്ങിന് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള നമ്മളുടെ ഡോക്യുമെന്റുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ലൈസൻസുകൾ, അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഇൻവോയ്സുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ പോസ്റ്ററുകൾ, അതേപോലെ നമ്മുടെ ബോർഡുകൾ, ഇങ്ങനെ തുടങ്ങി നമ്മൾ 2 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്, പിന്നെ നമ്മൾ ഇത്രയും മുന്നോട്ട് പോയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരവിടെ ഹിയറിംഗിൽ അപ്പയർ ചെയ്യുമ്പോൾ അതും ഫൈനൽ റിസൾട്ട് അവരാണ് തരേണ്ടത്. അവര് ചിലപ്പോൾ തരാം, ചിലപ്പോൾ തരാതിരിക്കാം. ഓക്കെ. സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏജൻസിനെ സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ? അത് ഞാൻ ചെയ്ത ഒരു സ്ഥലം 1-2 സ്ഥലങ്ങളുണ്ട്, അവരുടെ ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. സാർ ആദ്യം നമ്മൾ ഫയല് മൂവ് ചെയ്താല് 40 ദിവസത്തിനുള്ളിൽ അവർ ഫയല് പരിശോധിക്കും. ഫയല് പരിശോധിച്ചിട്ട് അവർ 6 മാസം അവള് ട്രേഡ് മാർക്കിന്റെ ജേണൽ അവർ ഇത് പബ്ലിഷ് ചെയ്യും, എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോന്ന്. അപ്പൊ നമുക്കൊക്കെ ഒബ്ജക്ഷൻ കൊടുക്കാം, എന്റെ പേരുമായിട്ട് സാമ്യമുണ്ട്, സംഗതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അവര് 6 മാസത്തോളം അവർ ഇത് ട്രേഡ് മാർക്കിന്റെ ജേണൽ അവർ പബ്ലിഷ് ചെയ്യും. ഇങ്ങനെ ഒരു ഫയൽ വന്നിട്ടുണ്ട്, ഒബ്ജക്ഷൻ ഉണ്ടോന്ന് ചോദിച്ചിട്ട്. ജേണലിൽ ലാസ്റ്റ് അല്ലേ പബ്ലിഷ് ചെയ്യുക സാറേ? നമ്മള് അപ്രൂവലിന്റെ മുമ്പ്, അതായത് അപ്രൂവലിന് മുമ്പ്, അതായത് ആദ്യം അവർ ചെക്ക് ചെയ്തിട്ട് അത് അതായത് ഹിയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ? അതെ. അപ്പോഴും വിഷയങ്ങൾ വരാം. അതെ, അപ്പോഴും വരും. അതെ, നമുക്ക് ഫയൽ മൂവ് ചെയ്തത് മുതൽ നമുക്ക് TM എന്ന് ഉപയോഗിക്കാം. മേലെ നമ്മൾ രജിസ്റ്റേർഡ് ആയാൽ 6 എന്ന് ഉപയോഗിക്കാം. 6 ഉപയോഗിക്കാം. അതെ, എല്ലാം അവരുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ജേണലിൽ പബ്ലിഷ് ചെയ്യും. അതായത് പുറത്തുനിന്ന് ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്തതിന് ശേഷം അതിലും ഓക്കെ ആയി കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ഇഷ്യൂ ചെയ്യാം. കറക്റ്റ് ആണ് ഷക്കീർ സാർ പറഞ്ഞ. ഈ TM എന്ന് ചിലർ എഴുതി കാണും, അതും ഈ R രജിസ്റ്റേർഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്നാണ്? TM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് TM എന്ന് വെക്കാം. അപ്പൊ ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ TM എന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഫോം, അപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഇന്ന് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടാം. അപ്പൊ അടുത്ത വർഷം വരെ കിട്ടുന്നത് വരെ നമുക്ക് TM വെക്കാം. കിട്ടിക്കഴിഞ്ഞാൽ 6 എന്ന് വെക്കാം. കിട്ടിയില്ല എന്നാലും പിന്നെ കണ്ടിന്യൂ പുട്ടിംഗ് ദിസ് TM? ഇല്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. TM ഒരു ഷോർട്ട് പീരീഡിൽ മാത്രമേ ഉള്ളതാണ്. അതെ, ട്രേഡ് മാർക്ക് പെൻഡിങ് അല്ലേ? മറ്റേ ട്രേഡ് മാർക്ക് അതെ, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ നമുക്കിത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 10 വർഷത്തെ കാലാവധി ആയിരിക്കും. 10 വർഷം വരെ നമുക്ക്, അതായത് അപ്ലൈ ചെയ്തത് മുതൽ, കിട്ടിയത് മുതലല്ല, അപ്ലൈ ചെയ്തത് എന്നാണോ അത് മുതൽ 10 വർഷത്തേക്കായിരിക്കും നമുക്കത് അതിന്റെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവും. അതിനുശേഷം അത് പിന്നെ ഒരു 10 വർഷം ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു ഇമെയിൽ വരും, അവിടെ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരും, റിന്യൂവൽ ആയിട്ടുണ്ട്, അപ്പൊ നമുക്ക് റിന്യൂ ചെയ്യാം. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് നമുക്ക് റിന്യൂ ചെയ്യാം. റിന്യൂ ചെയ്തില്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും അത് എടുക്കാവുന്നതാണോ? പിന്നെ റിന്യൂ ചെയ്തില്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നമുക്ക് വീണ്ടും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത് നമുക്ക് മറ്റൊരാൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും.
സാധാരണഗതിയിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ 41 കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കെയിലബിൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും, എല്ലാ ക്ലാസ്സിലും പോയിട്ട് എടുത്തു വെക്കും. 41 എടുക്കും, 44 എടുക്കും, 16 എടുക്കും. കാരണം എന്താണ്, പിന്നെ ആരും ഒരു ക്ലാസ്സിലും എടുക്കാൻ പാടില്ല എന്നുള്ള. പക്ഷെ അത് എല്ലാവർക്കും അത് പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. കാരണം എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ ഈ പൈസ വേണം. അപ്പൊ റിന്യൂ ചെയ്യാനും ഈ ഒരു 4000 5000 ആ റേഞ്ച് തന്നെ ആയിരിക്കും സാർ റിന്യൂ ചെയ്യുമ്പോഴും ഫീസ് വരുന്നത്? റിന്യൂവലിന് ഡബിൾ പൈസ, ഡബിൾ ആണ്. ഡബിൾ ആണല്ലേ? ഓക്കെ. അതിന്റെ റീസണിങ് എന്താണ് ഡബിൾ ആകാനായിട്ടുള്ള കാരണം, റിന്യൂ ചെയ്യാനായിട്ട്? അതറിയില്ല. ഡബിൾ ആണ് പൈസ റിന്യൂവൽ ചെയ്യാൻ. അവർക്ക് വേറെ ഒരു എഫർട്ട് 10 ഇയേഴ്സ് മുന്നോട്ട് പോയില്ലേ, ഫോർവേഡ് ആയില്ലേ, അപ്പൊ അതിനനുസരിച്ച് പൈസ ഉണ്ടാവും കയ്യില്. കച്ചവടം കൂടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ പിന്നെ നിങ്ങള് പിന്നെ ഇതൊരു അവയർനെസ് മാത്രമായിട്ട് കാണുക. കാരണം വെച്ചാൽ നമ്മള് പിന്നെ ഇത് ഇനി ആലോചിച്ചിട്ട് ഇങ്ങനെ തുടങ്ങാതിരിക്കരുത്. സ്റ്റെപ്പുകൾ എടുക്കേണ്ടവരൊക്കെ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകണം. പക്ഷെ ഇതൊരു അവയർനെസ് മാത്രമാണ്. പല ആളുകൾക്കും ഇതിനെ കുറിച്ച് അറിയില്ല. അടുത്ത ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ചിലപ്പോൾ ഇതിനെ കുറിച്ച് അറിയാം. അപ്പൊ അപ്പോഴേക്കും അപ്പൊ ഇത് ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവുക. നമ്മളൊരു സംഭവം തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതിന്റെ പിന്നിലുണ്ട്. പല ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ട്, പിന്നെ ഈ പേര് കുഴപ്പമില്ല ഇങ്ങനെ. അപ്പോ നമ്മൾ അതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവുക, ഇങ്ങനെ ഒരു സംഭവം ഇതിന്റെ പുറകിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അതല്ലാത്തത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം തുടങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുകയില്ല. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുക, നമ്മുടെ സർവീസ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുക. എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇപ്പൊ ചില ആളുകൾ തന്നെ 2ഉം 3ഉം പേരുകളൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ബ്രാൻഡ്, ഇപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞില്ലേ, കമ്പനി വേറൊരു പേരിലായിരിക്കും. നമുക്ക് ഇൻവോയ്സ് കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇവരുടെ ഷോപ്പിന്റെ പേര് വേറെ ആയിരിക്കും, എന്നാൽ ഇവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേര് വേറെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ട് ഇതിൽ. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സന്നദ്ധാവുക. പിന്നെ കൂടുതൽ ഈ പേരുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിജു രാജൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അവര് ഈ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരം എക്സ്പേർട്ടുകൾ ആളുകൾ ഉണ്ടാകും. അവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ നമ്പറുകളൊക്കെ അതിലുണ്ടാവും. അവരോടൊക്കെ ഒന്ന് ചോദിക്കുക, കൺസൾട്ട് ചെയ്യുക. ജസ്റ്റ് നമ്മളെ ചോദിക്കുന്നതിനൊന്നും അവർ പൈസ മേടിക്കില്ല. പിന്നെ കൂടുതലായിട്ട് അവരായിട്ട് മീറ്റിംഗ് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോഴൊക്കെയാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് എക്സ്പേർട്ടുകളോടൊക്കെ ചോദിക്കുക. നമ്മൾ മടി വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇതിപ്പോ ജസ്റ്റ് ഞാൻ ഇതിൽ എക്സ്പേർട്ട് ഒന്നുമല്ല. പക്ഷെ നമ്മൾ ഇത്രയും നാൾ ഇതിന്റെ പിറകെ നടന്നത് കൊണ്ട് കുറച്ച് അതിനെക്കുറിച്ച് ഒരു ഐഡിയ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഷക്കീർ സാറൊക്കെ എന്നേക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് പിന്നെ ഒന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. കുറച്ച് ആളുകളൊക്കെ ചോദിച്ച സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ചതാണ്. അപ്പോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്പാർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു അവയർനെസ് തരാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം എന്ന് വിശ്വസിക്കുകയാണ്. വൈൻഡപ്പ് ചെയ്യട്ടെ? താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.